ഷാർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് +2 ക്ലാസ്സിലെ പോയം നോക്കാം. കുമത് ഫൂൽ ബേച്ചനെ വാലി ലഡ്കി. ആ പോയം നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിലെ. ONV കുറുപ്പ് എഴുതിയ കവിതയാണ്. അതിനെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്, അനുവാദം ചെയ്തതാണ് ഡോക്ടർ എസ് തങ്കമണി അമ്മ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു. ഇന്ന് അതിൻ്റെ ആസ്വാദന ടിപ്പണി നോക്കാം. പോയിൻ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. നോക്കാം. ശ്രീ ONV കുറുപ്പ് കി കവിത ഹേ. ശ്രീ ONV കുറുപ്പിൻ്റെ കവിതയാണ് കുമുദ് ഫൂൽ ബേച്ചനെ വാലി ലഡ്കി എന്ന് എഴുതി കൊടുക്കണം. അടുത്ത നോക്കിയേ. പുരാനെ ദേവാലയ കെ രാസ്തേ പർ ഭക്തോं को കുമുദ് ഫൂൽ ബേച്ചനെ വാലി ലഡ്കി കോ ദേക്കാ. പുരാന ദേവാലയത്തിൻ്റെ പഴയ അമ്പലത്തിൻ്റെ വഴിയിൽ ഭക്തന്മാർക്ക് ആമ്പൽപ്പൂ വിൽക്കുന്ന പെൺകുട്ടിയെ ദേക്കാ കണ്ടു. ഉസ്കാ ചെഹ്റ മുർച്ചായ ഫൂൽ കെ സമാൻ ഥാ. അവളുടെ മുഖം വാടിയ പൂവിന് സമാനം ആയിരുന്നു. ലഡ്കിനെ അപ്പനെ ഹാത്ത് സേ ഫൂൽ ഖരീദനെ കി പ്രാർത്ഥന കർത്തി ഹേ. പെൺകുട്ടി അവളുടെ കയ്യിൽ നിന്നും ഫൂലെ ഖരീദന, പൂക്കൾ വാങ്ങാൻ വേണ്ടി അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. ലഡ്കിക്ക് ദീനസ്വരെ ഉൻകെ മൻ ദ്രവിത് ഹോത്താ ഹേ. ലഡ്കിയുടെ ദയനീയമായ ശബ്ദം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ദ്രവിത് ഹോത്താ ഹേ, അലിച്ചു കളയുകയും ചെയ്തു. വേ ഏക് ഛോട്ടാ സാ സിക്ക ഉൻകെ ഹാത്ത് മേ രഖ് കറെ ഫൂൽ ലിയെ ബിന ആകെ ബെഡ്ത്തെ ഹായം. ഏക് ഛോട്ടാ സാ സിക്ക, ഒരു ചെറിയ നാണയം. അദ്ദേഹം ഒരു ചെറിയ നാണയം ഉൻകെ ഹാത്ത് മേ, അവളുടെ കയ്യിലേക്ക് രഖ് കർ എന്ന് വെച്ചാൽ വച്ചു. എന്നിട്ട് ഫൂൽ ലിയെ ബിന ആകെ ബെഡ്ത്തെ ഹേ, പൂവ് വാങ്ങിക്കാതെ അല്ലെങ്കിൽ എടുക്കാതെ ആകെ ബെട്ന, മുന്നോട്ട് പോവുകയും ചെയ്തു. പൂക്കളുടെ വിലയായി ഒരു ചെറിയ നാണയം കൊടുത്തു, ഹാത്തിൽ വച്ച് കൊടുത്തു. പക്ഷേ പൂക്കൾ വാങ്ങാതെ അദ്ദേഹം മുന്നോട്ട് നടന്നു. വേ സോച്ചത്തെ, എന്നിട്ട് അദ്ദേഹം ചിന്തിച്ചു. ഏ ഫൂൽ അറുസെ ലഡ്കിക്ക അന്നഹേ. ഈ പൂക്കൾ ആ കുട്ടിയുടെ അന്നമാണ് എന്ന്. ആ പൂവാണ് ആ കുട്ടിയുടെ അന്നമെന്ന് അദ്ദേഹം ചിന്തിച്ചു. ദീനദുഃഖിയോം കേലിയെ സഹാര ബനനെ സെ ബെട്ന കോയി നഹി ഹേ. ദീനദുഃഖിതരായ ജനങ്ങൾക്ക് വേണ്ടി സഹാര, ആശ്രയം നൽകുന്നതിനേക്കാൾ ബെട്ന കോയി നഹി ഹേ, കൂടുതലായി ഒന്നും തന്നെ ഇല്ല. ദീനദുഃഖിതരായ ജനങ്ങളെ സഹായിക്കുക, അതിൽ കൂടുതൽ ഒന്നും തന്നെ ഇല്ല എന്ന് അദ്ദേഹം ചിന്തിച്ചു. കൈ അലങ്കാരോം സെ യുക്തേ യഹ് കവിത ഭാഷ और സാഹിത്യ की ദൃഷ്ടി സെ ശ്രേഷ്ഠ ഹേ. അനേകം അലങ്കാരങ്ങൾ കൊണ്ട് യോജിപ്പിച്ച ഈ കവിത ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും ദൃഷ്ടിയിലെ ശ്രേഷ്ഠത കൂടി അർഹിക്കുകയും ചെയ്യുന്നു. അല്ലെ, ശ്രേഷ്ഠമാണ് എന്ന് എഴുതി കൊടുക്കണം കേട്ടോ. അടുത്ത വൺവേഡാണ്. ദേവാലയക്ക് ഇഷ്ടദേവ് കാ ഇഷ്ട നൈവേദ്യ ക്യാ ഹേ. ദേവാലയത്തിലെ ഇഷ്ടദേവൻ്റെ ഇഷ്ട നൈവേദ്യം എന്താണ്? കുമുദ് ഫൂൽ. ലഡ്കിക്ക് ഹാത്ത് മേ സിക്ക കിസ് രൂപമേ ദിയ. ലഡ്കിയുടെ കയ്യിലെ ആ നാണയം ഏത് രൂപത്തിലാണ് നൽകിയത്? ഫൂൽ കാ ദാമെ, പൂവിൻ്റെ വിലയായി. ലഡ്കെ ഹുയെ ലംബെ ഇഡലോം കി തുലന കിസ്സെ കി ഗയി ഹേ. തൊങ്ങിക്കിടക്കുന്ന ആ ഒരു ഇടലോം തണ്ടുകൾ അതിനോട് തുലന, താരതമ്യം ചെയ്തത് കിസ്സെ ഗയി ഹേ, എന്തിനോട് ആണ്? തൂങ്ങിക്കിടക്കുന്ന ആ തണ്ടുകൾ വാടിയ അല്ലേ, അതിൻ്റെ അഗ്രത്തിലാണ് ആ ശ്വേതപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് എന്തിനോടാണ് ഉപമ ചെയ്തത്? ആൻസർ ലഡ്കീസെ, ആ പെൺകുട്ടിയോട്. അടുത്ത നോക്കി. ഹായ് മുർച്ചായ രഹേ ദോ സുരമ്യ സുഗോമള രൂപേ കോൻ കോൻ സേഹേ. ആ ഹായ് മുർച്ചായ എന്ന് വെച്ചാൽ വാടിപ്പോയി ആ രണ്ട് സുരമ്യ സുകോമളമായ രൂപങ്ങൾ, അത് ആരൊക്കെയാണ്? ആൻസറെ കുമുദ് ഫൂൽ അവരെ ലഡ്കി കാ മുകുട. അതായത് കുമുദ് ഫൂലും ആ ലഡ്കിയുടെ മുകുട എന്ന് വെച്ചാൽ ചേഹരയും, അതായത് മുഖവും, അത് രണ്ടുമാണ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അതായത് ആ പാഠത്തിൽ നിന്ന് ഇത്രയും പഠിച്ചാൽ മതി. ഇതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സോ അല്ലെങ്കിൽ അപ്രീസിയേഷൻ ഏതാ ചോദിക്കുന്നത് വെച്ചാൽ എഴുതുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠം നമുക്ക് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ.